ഇനി എന്റെ മുഖത്ത് നോക്കണമെങ്കിൽ മഞ്ജുവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വന്നാ മതി. സൗകര്യമില്ല. കുറെ നേരമായല്ലോ വളവളാന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ഭാര്യയായിട്ട് എനിക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞാനതിന് അവളെ ഡിവോഴ്സ് ചെയ്യുന്നത്. എന്നെ കൊല്ലാൻ നോക്കിയവനാ ഈ നിൽക്കുന്നത്. ഇവനെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ട നീ അത് ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ നിനക്കൊരു ന്യായവും എനിക്ക് വേറൊരു ന്യായവും വേണ്ട. നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. നിനക്കതിന്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? ഓ, എന്നെ ചതച്ച് ജയിലിലാക്കിയതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? ഇതൊന്നും നിനക്ക് അധികം ആഘോഷിക്കാൻ ആയുസുണ്ടാവില്ല. നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ട്. വേണ്ട, ഇത് കോടതിയാ. ആരെങ്കിലും കണ്ട വലിയ കേസാവും. ഇത് കോടതിയായത് നിന്റെ ഭാഗ്യം. എന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും നീ ഭീഷണിപ്പെടുത്തിയ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നീ ചെയ്തിട്ട് പിടിക്കപ്പെടാതെ പോയ തെറ്റുകൾ ഒരുപാടുണ്ട്. അതിനെല്ലാം ചേർന്ന് കിട്ടിയ ശിക്ഷയാണിതെന്ന് കരുതിയാ മതി. ഇനിയെങ്കിലും ഇതിൽ നിന്നൊരു പാഠം പഠിച്ച് നന്നാവാൻ ശ്രമിക്ക. അല്ലാതെ പകരം വീട്ടാനാണ് ഉദ്ദേശമെങ്കിൽ നീ ഇനിയും കുറെ അനുഭവിക്കും. ദോഷം പറയരുതല്ലോ. നിനക്ക് ഈ വിലങ്ങ് വെച്ച ലുക്ക ഏറ്റവും കൂടുതൽ ചേരുന്നത്. ഇതിങ്ങനെ തന്നെ തുടരാൻ ശ്രമിക്കുന്നത് നല്ലത്. എന്താ മുകുന്ദ, ഇവള് ജയിലിലേക്ക് പോകാൻ പോവല്ലേ? ഇത്രയും ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടോന്നോ? ഇവള് ചെയ്ത എന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിലെ വിള്ളലുണ്ടാക്കിയത് ഇവളൊറ്റൊരുത്തിയാ. സ്വപ്നയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും. എടാ, ആദ്യം നീയെ നിന്റെ സ്വന്തം ഭാര്യയെ നന്നായിട്ടൊന്ന് മനസ്സിലാക്ക്. ഇവളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ നീ തന്നെ ഇവളിട്ടിട്ട് ഓടിപ്പോവും. എന്ത് സത്യങ്ങൾ? ഞാനെന്തിനാ ഇവളെ കുറിച്ചുള്ള കുറ്റങ്ങൾ നിന്നോട് പറയുന്നത്? നീ ആ കുറ്റങ്ങളൊക്കെ പതുക്കെ സമയമെടുത്ത് കണ്ടുപിടിക്കും. അതെ, ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? ആ, സമയം കഴിഞ്ഞു. വാ പോവാം. സാറേ, ഇവളെ വേഗം കൊണ്ടേ ജയിലിലാക്ക്. ഈ നാടെങ്കിലും രക്ഷപ്പെടട്ടെ. വാ. ഒരു നിമിഷത്തേക്ക് നീ സഞ്ജുവിനോട് എല്ലാം പറയുമെന്ന് ഞാൻ പേടിച്ചു. ഞാൻ കാരണേ ഒരു പെണ്ണിന്റെയും കുടുംബജീവിതം തകരരുതെന്ന നിർബന്ധം എനിക്കുണ്ട്. സ്വപ്നയ്ക്കുള്ള ബാക്കി പണി ജയിലിൽ വെച്ച് മഹിമ കൊടുത്തോളൂ. പുതിയ അന്തേവാസിയാണ് മാഡം. മയക്കുമരുന്ന് കേസാ. സ്വപ്ന സഞ്ജയ്. ഓ, അപ്പൊ ഇതാണല്ലേ സ്വപ്ന. ഇവളിവിടെ നിൽക്കട്ടെ. ഇവളുടെ ഫയൽ എന്റെ മേശപ്പുറത്ത് വെച്ചേക്കും. ഓക്കെ മാഡം. മാഡത്തിന് ഗോപാൽജി വിളിച്ചു കാണുമല്ലേ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഒരാളെ സെറ്റ് ചെയ്യാന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് ഒരാളെ, അതും സൂപ്രണ്ടിനെ തന്നെ ശരിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അധികകാലമൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതിനകം അച്ഛൻ എനിക്ക് ജാമ്യം എടുത്തു തരും. അതുവരെ ഇവിടെയുള്ള എന്റെ കാര്യങ്ങളൊന്നും നോക്കിയാ മതി. പിന്നെ എന്റെ ജീവന് ഭീഷണിയുണ്ട്. അയ്യോ, അല്ല, ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ആര് കൊല്ലാനാ? എന്നോട് വൈരാഗ്യമുള്ള ഒരുത്തി ഈ ജയിലിൽ തന്നെ ഉണ്ട് മാഡം. എനിക്ക് അവളിൽ നിന്നും പ്രൊട്ടക്ഷൻ വേണം. പ്രൊട്ടക്ഷൻ ഒക്കെ നമുക്ക് ശരിയാക്കാം. ഗോപാൽജിയുടെ മരുമോൾക്ക് വേണ്ടി മാത്രം 2 ഗാർഡുകളെ ഞാൻ ഏർപ്പാടാക്കി തരാം. എന്നാലും ആളാരാണെന്നൊന്ന് പറ. അത് മഹിമ മാധവൻ.
മാഡം ഞാൻ പറഞ്ഞ ആള്. ഇവളുടെ 2 കാലും തല്ലി ഓടിച്ചാ മതി, പിന്നെ ഇവൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 കാല് മാത്രം ഓടിച്ചാ മതിയോ? വേണമെങ്കിൽ നമുക്കൊരു കൈയും കൂടി ഓടിക്കാം. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അടിച്ചു നിന്റെ കാരണം ഞാൻ പൊട്ടിക്കും. പുറത്ത് ചെയ്ത കുരുത്തക്കേട്ടുകളൊന്നും പോരാഞ്ഞിട്ട് അകത്ത് വന്നിട്ടും നീ തല്ലിക്കാൻ നടക്കുകയാണല്ലേ? ഗോപാലിന് എറിഞ്ഞു കൊടുക്കുന്ന കാശിന്റെ മുന്നിൽ കണ്ണ് മഞ്ഞളിക്കുന്ന ഓഫീസർമാരെ മാത്രമേ നീ കണ്ടു കാണൂ. നിർമ്മല മാഡം അങ്ങനെ ഒരാളല്ല. മാഡത്തിന്റെ അടുത്ത് നിന്റെ ഒരു നമ്പരും ചെലവാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയെ ഞാൻ സമ്മതിച്ചു കൊടുത്തു. പണി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം. നിന്നെ മയക്കുമരുന്ന് കേസിൽ കുടിക്കുന്ന മാത്രമല്ല, കൃത്യമായി എന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു. മഹിമേ, നീ മര്യാദയ്ക്ക് നടക്കുന്നതാ നിനക്ക് നല്ലത്. എന്നെ ഉപദ്രവിക്കാനോ മറ്റോ ശ്രമിച്ചാ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നതേ പുറത്ത് മുകുന്ദനായിരിക്കും. ഡേ, വിട്ടുകളമോളെ, ഇവള് ചത്തുപോവും. വക്കീലിന്റെ പേര് പോലും നിന്റെ നാവിന്ന് വന്നു പോരുത്. ഇനി അബദ്ധവശാ പോലും ആ പേര് വന്ന നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഇനിയും സമയമുണ്ട്. നീ എത്ര വലിയ നരകത്തിലേക്കാ കാലെടുത്ത് വെച്ചിരിക്കുന്നെന്ന് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നോക്കി നിൽക്കാതെ അവിടെ പോയി ജോലി ചെയ്യടി. മഹിമ നീ വാ. എടി മഹിമേ, ഇന്ന് ഞാൻ കാണിച്ചു തരാടി. നിന്നെപ്പോലുള്ളവരാ പെണ്ണുങ്ങളുടെ വില കളയുന്നത്. ചങ്കൂറ്റുണ്ടെങ്കിൽ മുന്നീന്ന് അടിക്കണം. പിന്നീന്ന് ആക്രമിക്കുന്നതേ ഭീരുക്കളാ. ആന്റി ഇവളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇവളാ ഗോപാലന്റെ മരുമകൾ സ്വപ്ന. ചുമ്മാതെയല്ല ഇവള് പുറകിൽ നിന്ന് അടിച്ചത്. ഗോപാലന്റെ കുടുംബക്കാർക്കൊന്നും മുന്നിൽ നിന്ന് പൊരുതാനുള്ള ധൈര്യമില്ലല്ലോ. നീ ശങ്കരന്റെ മോളല്ലേ? അതെ, നിന്റെ അച്ഛൻ നട്ടലുള്ള ഒരാണായിരുന്നു. അയാളുടെ മകളിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. ഗോപാലന്റെ കുടുംബത്തിൽ കയറിയതിന്റെ ഗുണം കാണിക്കുന്നതായിരിക്കും.